നമുക്ക് ഇന്നോട്ട് LDCയുടെ മലയാളം ക്ലാസ്സുകൾ ആരംഭിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പദശുദ്ധി എന്ന ഭാഗമാണ്. ഇത് നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ പഠിക്കാൻ പറ്റത്തില്ല. ഒരു ഡെയിലി ഒരു 20 വാക്കുകൾ വെച്ച് നമ്മൾ എഴുതി നോക്കിയാൽ നമുക്ക് പരീക്ഷയാകുമ്പോഴത്തേക്ക് ഒരുപാട് ഉപയോഗപ്രദമാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിലൊക്കെ ഡിക്റ്റേഷൻ നടത്തിയിട്ടില്ലേ, അതുപോലെ തന്നെ ഞാനൊരു 20 വാക്ക് പറയും. നിങ്ങളൊരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് വന്ന് ഈ വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾ എഴുതിയതിന് ശേഷം ഇതിൻ്റെ ഉത്തരവും ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കണം എത്ര എണ്ണം ശരിയായി, എത്ര എണ്ണം തെറ്റി, എവിടെയാണ് തെറ്റിയതെന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ വാക്കുകൾ പറയട്ടെ. ഒന്നാമത്തെ വാക്ക് എല്ലാവരും എഴുതാൻ എടുത്തോ, ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ട് ഈ വീഡിയോ കാണുക. ഒന്നാമത്തെ വാക്ക് സ്വേച്ഛ. സ്വേച്ഛ എഴുതിയ ഒന്നാമത്തെ വാക്ക്. അടുത്ത വാക്ക് സ്ഫുടം. സ്ഫുടം. ഒന്നാമത്തെ വാക്ക് സ്വേച്ഛ, രണ്ടാമത്തെ വാക്ക് സ്ഫുടം. മൂന്നാമത്തെ വാക്ക് സ്പന്ദം. 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 നാലാമത്തെ വാക്ക് സ്ഫടികം. 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 അഞ്ചാമത്തെ വാക്ക് സ്ഥൂലം. സ്ഥൂലം. ആറാമത്തെ വാക്ക് സ്നേഹൈക്യം. സ്നേഹൈക്യം. എഴുതിയോ? ഏഴാമത്തെ വാക്ക് സ്വതസിദ്ധം. സ്വതസിദ്ധം. എട്ടാമത്തെ വാക്ക് സ്വച്ഛം. സ്വച്ഛം. ഒമ്പതാമത്തെ വാക്ക് സ്വച്ഛന്തം. സ്വച്ഛന്തം. പത്താമത്തെ വാക്ക് ഹ്രസ്വം. ഹ്രസ്വം. അടുത്ത വാക്ക് സന്യാസം. സന്യാസം. 12ാമത്തെ വാക്ക് സർവസ്വം. സർവസ്വം. അടുത്ത വാക്ക് സായുജ്യം. സായുജ്യം. അടുത്ത വാക്ക് സമ്രാട്ട്. 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 15ാമത്തെ വാക്ക് സ്രഷ്ടാവ്. സ്രഷ്ടാവ്. 16ാമത്തെ വാക്ക് ശ്ലാഘനീയം. ശ്ലാഘനീയം. അടുത്ത വാക്ക് സഞ്ജയൻ. സഞ്ജയൻ. 18ാമത്തെ വാക്ക് സമഞ്ജസം. സമഞ്ജസം. 19ാമത്തെ വാക്ക് സ്തുത്യർഹം. 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 20ാമത്തെ വാക്ക് വാഞ്ച. വാഞ്ച. 20 വാക്കുകൾ ഒന്നുകൂടെ പറയാം. ഏതെങ്കിലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കോണേ. സ്വേച്ഛ, സ്ഫുടം, സ്പന്ദം, സ്ഫടികം, സ്ഥൂലം, സ്നേഹൈക്യം, സ്വതസിദ്ധം, സ്വച്ഛം, സ്വച്ഛന്തം, ഹ്രസ്വം, സന്യാസം, സർവസ്വം, സായുജ്യം, സമ്രാട്ട്, സ്രഷ്ടാവ്, ശ്ലാഘനീയം, സഞ്ജയൻ, സമഞ്ജസം, സ്തുത്യർഹം, വാഞ്ച. ഇപ്പം എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. ഇനി ഇതിൻ്റെ ഉത്തരങ്ങൾ ഇടാം അടുത്ത സ്ക്രീനിൽ. ഈ സ്ക്രീനിൽ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കുക ഏതൊക്കെയാണ് നിങ്ങൾക്ക് ശരിയായതെന്നും ഏതൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയതെന്നും എവിടെയാണ് തെറ്റെന്നും. അപ്പം നമ്മുടെ വാക്കുകൾ സ്വേച്ഛ. കണ്ടോ? സ്വേച്ഛ. ചായും അതിൻ്റെ അടി ആയിച്ചായും വേണം. സ്ഫുടം. പിന്നെ സ്പന്ദം, സ്ഫടികം, സ്ഥൂലം, സ്നേഹൈക്യം. സ്നേഹൈക്യം. ഹൈ ഉണ്ട് കേട്ടോ. ഹൈക്യം. സ്നേഹൈക്യം. സ്വതസിദ്ധം.
ഇത്ഥ കണ്ടോ, ബുദ്ധൻ്റെ ഇത്ഥയാണ് അവിടെ വരുന്നത്. സ്വതസിദ്ധം. സ്വച്ഛം, ആ ചായയുടെ അടി മറ്റേ ഇതൂടെ ഉണ്ട്, സ്വച്ഛം. സ്വച്ഛന്തം, അതേ ച. ഹ്രസ്വം, ഹ്രസ്വം. സന്യാസം, ഇന്ന കണ്ടോ, പന്നിയുടെ ഇന്ന, ആ ഇന്നയാണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ, സന്യാസം. സർവസ്വം. സായുജ്യം, സായുജ്യം എന്ന് നമ്മൾ പറയുമെങ്കിലും യു എന്നില്ല, സായുജ്യം, ആ ചുറ്റിക്കെട്ടില്ല, സായുജ്യം. അതുകൊണ്ടാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ വെട്ടിയിട്ട് മേളിൽ വെറും യു എന്ന് എഴുതിയത്. സായുജ്യം എന്നല്ല എഴുതുന്നത്, സായുജ്യം. ആ ഊ ചിഹ്നം കൂടുതലില്ല, സായുജ്യം കേട്ടോ, അത് ശ്രദ്ധിക്കണം. സായുജ്യം പറയുമ്പോൾ സായുജ്യം എന്ന് പറയും, പക്ഷേങ്കിൽ ആ ഊന്നില്ല, ഊ, സായുജ്യം അങ്ങനെയുള്ളൂ, സായുജ്യം. സമ്രാട്ട്, ചിലർ സാമ്രാട്ട് എന്നൊക്കെ പറയും, നമ്മൾ പറയുമ്പോൾ സാമ്രാട്ട് എന്നൊക്കെ പറയും, പക്ഷേ എഴുതുമ്പം ശരിക്കും സമ്രാട്ടെന്നേ ഉള്ളൂ, ആഹാരമില്ല, സമ്രാട്ട്. പിന്നെ സ്രഷ്ടാവ്, ശ്ലാഘനീയം, സഞ്ജയൻ, സമഞ്ജസം, സ്തുത്യർഹം, വാഞ്ച. അപ്പം നിങ്ങൾ ഇത്രയും എഴുതിയല്ലോ. അപ്പം നിങ്ങളിപ്പം എത്ര എണ്ണം ശരിയായി എത്ര എണ്ണം തെറ്റായെന്നൊക്കെ നോക്കുക. മാർക്ക് കമൻറ്റ് ചെയ്യണേ, നമുക്ക് നോക്കാം ഓരോ ദിവസം നിങ്ങളുടെ മാർക്ക് കൂടുന്നുണ്ടോ എന്ന്. അത് ചെയ്ത് നോക്ക്. ഇനി നമ്മൾ ഡെയിലി ഒരു 20 വാക്ക് വെച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം പരീക്ഷയ്ക്ക് ഇനി 2 മാസങ്ങളോ അല്ലെങ്കിൽ 2-3 മാസങ്ങളോടെ മിച്ചമുണ്ട്. അപ്പോൾ അതിനു മുൻപ് നമ്മളിതെല്ലാം തറവാക്കിയെടുക്കും. ഒരു തവണയെങ്കിലും നിങ്ങൾ എഴുതി നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും എഴുതി നോക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.